ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീകൾക്ക് വൻ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അധികാരത്തിലെത്തിയാൽ മഹാലക്ഷ്മി ഗ്യാരണ്ടി പദ്ധതി പ്രകാരം രാജ്യത്തെ ഓരോ ദരിദ്ര കുടുംബത്തിലുമുള്ള ഒരു സ്ത്രീക്ക് വർഷം 1 ലക്ഷം രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകും. കേന്ദ്ര സർക്കാർ ഒഴിവുകളിലേക്കുള്ള നിയമനത്തിൽ 50% വനിതകൾക്ക് സംവരണം ചെയ്യുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ജാതി സെൻസസ്, കാർഷിക വിളകൾക്ക് നിയമപരമായ ന്യായവില, യുവാക്കൾക്ക് 30 ലക്ഷം തൊഴിലുകളും അപ്രന്റീസിപ്പും, ആദിവാസി അവകാശ സംരക്ഷണം എന്നീ ഉറപ്പുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ധൂലയിൽ ഭാരത് ന്യായ് യാത്രയുടെ ഭാഗമായി ചേർന്ന മഹിളാ സമ്മേളനത്തിൽ സ്ത്രീകൾക്കുള്ള ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഖാർഗെയും പ്രകടന പത്രികയിലെ 5ാമത്തെ ഇനം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അങ്കണവാടി, ആശാ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളത്തിന്റെ കേന്ദ്രവിഹിതം ഇരട്ടിയാക്കും. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അവരെ ബോധവതികളാക്കുന്നതിനായി എല്ലാ പഞ്ചായത്തിലും അധികാരമൈത്രിയുടെ രൂപത്തിൽ നിയമസഹായിയെ ഏർപ്പെടുത്തും. രാജ്യത്തെ എല്ലാ ജില്ലയിലും കേന്ദ്ര സർക്കാർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്ഥാപിക്കും. ഇത്തരം ഹോസ്റ്റലുകളുടെ നിലവിലുള്ള എണ്ണം ഇരട്ടിയാക്കും. ഇതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളും പ്രസ്താവനകളുമല്ലെന്ന് ഖാർഗെ പറഞ്ഞു. കോൺഗ്രസിന്റെ വാക്കുകൾ കല്ലിൽ പതിച്ചിരിക്കുന്നുവെന്നും 1926 മുതൽ ഇതുവരെയുള്ള റെക്കോർഡാണിതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എതിരാളികൾ ജനിക്കുമ്പോൾ ഞങ്ങൾ പ്രകടന പത്രികകൾ തയ്യാറാക്കുകയും ആ പ്രഖ്യാപനങ്ങൾ നിറവേറ്റുകയും ചെയ്തു. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കരങ്ങൾ ശക്തിപ്പെടുത്തുകയും വേണം, അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. 100 കോടി രൂപ തിരികെ പിടിക്കാൻ അപ്പലേറ്റ് ട്രിബ്യൂണലിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. 2018-19 വർഷത്തെ നികുതിയായി 100 കോടിയിലധികം രൂപ അപ്പലേറ്റ് ട്രിബ്യൂണലിന് തിരികെ പിടിക്കാമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതി വിധി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയും പുരുഷേന്ദ്ര കുമാർ കൗരവും അടങ്ങുന്ന ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 13-നായിരുന്നു ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് അയച്ചത്. 2018-19 കാലത്തെ നികുതി കുടിശ്ശികയായി 199 കോടി രൂപ അടയ്ക്കണമെന്നായിരുന്നു നോട്ടീസിൽ. ഇതിനെതിരെയാണ് കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. 102 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും പലിശയടക്കം ഇത് 135.06 കോടി രൂപയായി വർദ്ധിച്ചുവെന്നും ആദായ നികുതി വകുപ്പ് അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതുവരെയായി 65.94 കോടി രൂപ തിരികെ പിടിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. സ്വന്തം പ്രചരണത്തിൽ ഏർപ്പെടുന്നതിന് പകരം പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. കർണാടകത്തിലെ കലബുറഗി മണ്ഡലത്തിൽ നിന്നും ഏകകണ്ഠമായി ഉയർന്നു വന്നിരുന്ന പേരായിരുന്നു ഖാർഗെയുടേത്. പകരം മരുമകൻ രാധാകൃഷ്ണൻ ദണ്ഡമണിയുടെ പേര് അദ്ദേഹം മുന്നോട്ട് വച്ചുവെന്നാണ് റിപ്പോർട്ട്.